ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ റെഡിയാക്കുന്നത് കാജു പിസ്ത റോളാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്വീറ്റാണിത്. ഇത് നമ്മുടെ ഇന്ത്യൻ സ്വീറ്റാണ് ഇന്ന് നമ്മളിവിടെ റെഡിയാക്കുന്നത്. ഇന്ത്യൻ പോപ്പുലറായിട്ടുള്ള ഒരു സ്വീറ്റ് ഡിഷാണ് കാജു പിസ്ത റോള്. ഇത് നമുക്ക് പല വിധത്തിൽ റെഡിയാക്കി എടുക്കാം. നമുക്ക് കാഷ്യൂ മാത്രമാണ് ഇട്ട് ചെയ്യുന്നതെങ്കിൽ കാഷ്യൂ പിസ്ത റോൾ, അതുപോലെ ബദാം ആണെങ്കിൽ ബദാം പിസ്ത റോൾ. അതേ കണക്ക് ഞാനിപ്പോൾ നട്ട്സ് 3 സൈസ് നട്ട്സ് ചേർത്തിട്ടാണ് ഈ ഒരു പിസ്ത റോള് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് വെച്ചിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഈന്തപ്പഴവും അതുപോലെ കുറച്ച് കാഷ്യൂ മാത്രമായിട്ടും ഇട്ടിട്ടും നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നമുക്ക് അതുപോലെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കാജു പിസ്ത റോള് എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഒരു 8 ബ്രെഡ് എടുക്കുക. അപ്പോൾ വലിയ ടൈപ്പ് ആണെങ്കിൽ ഒരു 7 എണ്ണം മതി. ആദ്യം നമുക്ക് ഈ ബ്രെഡിൻ്റെ എല്ലാ സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ എല്ലാ സൈഡ് ഭാഗവും എല്ലാം ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ചെറിയ പീസാക്കി നമുക്ക് കൈ കൊണ്ട് തന്നെ ചെറിയ പീസാക്കുക. എന്നതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. ഇത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടണം. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് റെഡിയാക്കാം. അപ്പോൾ നമ്മൾ ബ്രെഡ് പൊടിച്ച് ഇപ്പോൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നമുക്ക് ഈ ജാറിൽ തന്നെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ബ്രെഡ് ക്രംസിനെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ജാറിൽ തന്നെ നമുക്ക് ഇനി നമ്മുടെ നട്ട്സൊക്കെ പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് പിസ്ത. അപ്പോൾ നമ്മുടെ പിസ്ത റോളിന് വേണ്ടിയിട്ട് ഞാൻ പിസ്ത തന്നെയാണ് മെയിനായിട്ട് പിസ്തയാണ് വേണ്ടത്. അപ്പോൾ പിസ്ത ഒരു 2-2.5 ടേബിൾ സ്പൂണോളം പിസ്ത എടുത്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പിന്നെ ബദാം ഞാനൊരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂനട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വീതം മതി, ഒരുപാടൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ നട്ട്സ് എല്ലാം കൂടി നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് ശരിക്കും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇന്ത്യൻ ഡെസേർട്ട് തന്നെയാണ് ഇത്. ഈ രീതിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. എന്നാലും നമുക്ക് വ്യത്യസ്തമായിട്ട് മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടും മറ്റുള്ള നട്ട്സ് ഉപയോഗിച്ചിട്ടും ഇത് റെഡിയാക്കാവും എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ നട്ട്സൊക്കെ ഈ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങ. ഞാനിവിടെ ഗ്രേറ്റ് ചെയ്തെടുത്ത തേങ്ങ അല്പം നെയ്യിൽ വറുത്തെടുത്തതാണ്. ഒരുപാട് ഗോൾഡൻ നിറമൊന്നും ആവുന്ന വരെ വറുക്കണ്ട. ഒന്ന് ഡ്രൈ ആവുന്ന വരെ നെയ്യിലിട്ട് നന്നായിട്ട് മൂപ്പിക്കുക. അപ്പോൾ ഒന്ന് ഡ്രൈ ആയെന്ന് കണ്ടാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അങ്ങനെ പൊടിച്ചെടുത്ത് വെച്ച നമ്മുടെ തേങ്ങയാണിത്. അപ്പോൾ ഇത് ഒരുപാട് ദിവസമൊന്നും ഇരിക്കത്തില്ല കേട്ടോ. ഞാൻ ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തതാണിത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ 1/2 കപ്പാണ് എടുത്തത്. 1/2 കപ്പിൻ്റെ പകുതി ഞാൻ ഇതിലോട്ട് ചേർത്തിട്ടുണ്ട്. ബാക്കി പകുതി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പഞ്ചസാര പൊടിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർക്കാം. അത് ഞാൻ 1/2 കപ്പ് മുതൽ നമുക്ക് 3/4 കപ്പ് വരെ എടുക്കാം. മധുരം അനുസരിച്ചിട്ട് എടുക്കുക. ഞാൻ ഇവിടെ 1/2 കപ്പാണ് എടുത്തത്. അതിൻ്റെ പകുതി നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബാക്കി പകുതി നമ്മൾ ലാസ്റ്റാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ ചിരകിയെടുത്തതിൻ്റെ ബാക്കിയും അതുപോലെ നമ്മുടെ പഞ്ചസാരയുടെ ബാക്കിയും മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ രണ്ടും ലാസ്റ്റ് ചേർക്കും. ഇത് നമുക്ക് ഒന്നുകൂടി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ എല്ലാം നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഗ്രീൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്. നമ്മുടെ പിസ്ത റോളിന് വേണ്ടിയിട്ട് ഗ്രീൻ ഫുഡ് കളറാണ് ചേർക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചേർക്കുക. ചേർത്തില്ലേലും ഒരു പ്രശ്നമില്ല. ഞാൻ ഒരു കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് മാത്രം ചേർത്തു എന്നേ ഉള്ളൂ. അത് കണക്ക് തന്നെ ഈ കളർ നമുക്ക് പല വിധത്തിലും കിട്ടും. ഇപ്പം ഞാൻ പൗഡർ കളറാണ് യൂസ് ചെയ്തത്. ഇതുപോലെ നമുക്ക് ജെൽ കളർ കിട്ടും, അതുപോലെ ലിക്വിഡായിട്ടും കിട്ടും.
അപ്പോൾ നമ്മുടെ പിസ്തായുടെ ആ ഒരു കൂട്ട് റെഡിയായി. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഒരു ഡോ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രെഡിനകത്ത് ഞാൻ ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ആ ബ്രെഡിൽ ഞാനൊരു 1/2 കപ്പ് പാലാണ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തത്. അപ്പോൾ നിങ്ങൾ പാലൊഴിക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിക്കുക, എന്നതിന് ശേഷം വേണമെങ്കിൽ മാത്രം ചേർക്കുക. നമുക്കിതുപോലെ നല്ല തിക്കായിട്ടാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നേരത്തെ ബാക്കി വെച്ച നമ്മുടെ ആ തേങ്ങ, നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ തേങ്ങ ഇതിലോട്ട് ചേർക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കുക. എന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നേരത്തെ ബാക്കി വെച്ച അതേ പഞ്ചസാര പൊടിച്ചത് ഇതിലേക്ക് ചേർക്കുക. ഇതുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമുക്ക് നമ്മൾ പേസ്റ്റാക്കി എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡിൻ്റെ ആ ഒരു കൂട്ട്, നമ്മൾ പാലും ബ്രെഡും കൂടെ അടിച്ച് വെച്ചതാണ്, അത് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നതിന് ശേഷം ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമുക്കെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഒരു ഡോ ആവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. നല്ലപോലെ നമുക്ക് കൈ കൊണ്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു പരുവമാണ് നമുക്കിതിനായിട്ട് വേണ്ടത്. ശരിക്കും ആ ഏലക്ക കൂടി ചേർത്തപ്പോൾ നല്ല ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ, നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തീയൊന്നും ഒരുപാട് കൂട്ടി വെക്കല്ലേ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ ഡോയും റെഡിയായി, നമ്മുടെ പിസ്തായുടെ ഡോയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു അലൂമിനിയം ഫോയിൽ എടുക്കുക. ഇനിയിപ്പോൾ അലൂമിനിയം ഫോയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റ് എടുക്കുക. എന്നതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നാലേ നമുക്കിത് പെട്ടെന്ന് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമ്മുടെ കയ്യിൽ കൂടി കുറച്ച് നെയ്യ് പുരട്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ട് ഫ്ലാറ്റാക്കി എടുക്കണം. വളരെ ശ്രദ്ധിച്ച് മെല്ലെ മെല്ലെ ചെയ്യുക. അപ്പോൾ അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ കവർ എടുത്താലും മതി. കവറിൽ ഇതുപോലെ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഒരുപാട് കട്ടിയും വേണ്ട, ഒരുപാട് തിന്നും ആവരുത്, ആ ഒരു പരുവായിരിക്കണം. ഇനി നമ്മുടെ പിസ്തയിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് പരത്തുക. കുറച്ച് നീളത്തിൽ നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഇത് റൗണ്ട് ചെയ്ത് എടുക്കണം. ഇതുപോലെ മെല്ലെ 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 റോൾ ചെയ്ത് എടുക്കുക. കണ്ടോ, നമ്മൾ ഈ റോൾ ചെയ്യുന്ന സമയത്ത് ഈ അലൂമിനിയം ഫോയിലൊന്ന് പൊക്കി വേണം ഇതൊന്ന് റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഫ്രീസ് ചെയ്യുക. ഒരു 1/2 മണിക്കൂർ ഫ്രീസറിലോട്ട് വെക്കാം. നമുക്ക് കൈ ഉപയോഗിച്ചിട്ടും ചെയ്യാം. കയ്യിൽ നെയ്യ് സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് എടുത്താൽ മതി. കണ്ടോ, എന്നതിന് ശേഷം ഇപ്പോൾ കനം കുറവ് ആണെങ്കിൽ കുറച്ച് നമ്മൾ കൈ കൊണ്ട് മെല്ലെ മെല്ലെ ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇച്ചിരി കനം കുറഞ്ഞിട്ടുള്ള നമുക്ക് ഈ ഒരു റെസിപ്പി കനം കുറച്ച് ചെയ്യുകയും ചെയ്യാം. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിനെ ഈ അലൂമിനിയം ഫോയിൽ കൊണ്ട് തന്നെ കവർ ചെയ്തിട്ട് നമുക്ക് നേരെ ഫ്രീസറിലോട്ടോ ഫ്രിഡ്ജിലാണെങ്കിൽ കുറച്ച് സമയം വെക്കുക. ഫ്രീസറിലാണെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ചാലും മതിയാകും. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് പയ്യെ എടുത്താൽ മതിയെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കുക. ഇത് നന്നായിട്ട് തണുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഏകദേശം 1 മണിക്കൂർ ഞാൻ ഫ്രീസറിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാജു പിസ്ത റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ്, ഒരു ഇന്ത്യൻ സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കി കൊടുക്കുക. കാരണം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒന്നാണ് സ്വീറ്റ്. അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമുള്ളവർക്ക്
സ്വീറ്റ് ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ബാക്കി നമ്മുടെ പിസ്തയുടെ ആ ഒരു ഡോ ബാക്കി വന്നതാണ് ഇതുപോലെ ചെയ്ത് വച്ചിരിക്കുന്നത്.